Okay. മക്കളെ ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ ഇന്ന് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ആ ഒരു ബ്രാഞ്ചസിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി റേഞ്ചിലുള്ള ചാപ്റ്റേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കയറിയ സമയത്ത് ഗ്രാവിറ്റേഷൻ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് ടു ലാസ്റ്റ്. ഇന്ന് നമ്മൾ പറയുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതായത് നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിൽ തെർമൽ എക്സ്പാൻഷൻ പറയുന്നുണ്ട്. അതേമാതിരി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പറയുന്നത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ആ രണ്ട് ടോപ്പിക്കുകളാണ് പറയുന്നത് മെയിനായിട്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതേപോലെ തന്നെ തെർമോഡൈനാമിക് തെർമൽ എക്സ്പാൻഷൻ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഫസ്റ്റ് ലോ വരുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. തെർമൽ പ്രോപ്പർട്ടീസിൽ വരുന്നത് തെർമൽ എക്സ്പാൻഷനും അതേപോലെ തന്നെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റും ആണ്. രണ്ട് ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കാം. തെർമൽ പ്രോപ്പർട്ടി ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് തുടക്കത്തിൽ അന്ന് എടുത്തു തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മക്കളെ എല്ലാവരും മൈക്ക് ഓഫ് ആക്കി വെച്ച് എല്ലാവരും പറയൂ. സാർ, കഴിഞ്ഞ ക്ലാസിന്റെ റിപ്പീറ്റഡ് ക്ലാസ് ഉണ്ടാവോ? കഴിഞ്ഞ ക്ലാസിന്റെ റിപ്പീറ്റഡ് ക്ലാസ് ഉണ്ടാവോ? കഴിഞ്ഞ ക്ലാസിന്റെ റിപ്പീറ്റഡ് റെക്കോർഡ് പ്രോപ്പർ ആയിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ KK സാറ് പറഞ്ഞിനി ഇങ്ങനെ സ്കൂളിൽ എക്സാം ആയോണ്ടേ കേറാൻ കഴിഞ്ഞില്ല അന്ന് കഴിഞ്ഞ ഫിസിക്സ് ക്ലാസ്സിൽ. ഫാഗിലാണോ മോനെ? അല്ലല്ല, സെല്ലേസ് ആണ്. എന്തായാലും ഈ സെക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പോ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള രണ്ട് പോയിന്റുകളിൽ ഒന്ന് തെർമൽ എക്സ്പാൻഷൻ ആണ്, രണ്ടാമത്തെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. തെർമൽ എക്സ്പാൻഷൻ ആണ് നമുക്ക് ആദ്യം സംസാരിക്കാനുള്ളത്. ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ. അപ്പോ നിങ്ങൾക്കറിയാം, ഒരു ബോഡി എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ബോഡിന്റെ ഡയമെൻഷൻസ് മാറും. ലെങ്ത് ആണെങ്കിൽ അത്, ബ്രെഡ്ത്ത് ആണെങ്കിൽ അത്, ഹൈറ്റ് ആണെങ്കിൽ അത്, ടോട്ടൽ വോളിയം ആണെങ്കിൽ അത്, അതൊക്കെ കൂടുക. ഓക്കെ, ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, വോളിയം ഇൻക്രീസ് ചെയ്യുക. ഈ ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയാം? എക്സ്പാൻഷൻ എന്ന് പറയാം. ഈ ഫിനോമിനെ നമ്മൾ എന്ത് പറയാം? എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പൊ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിലേക്ക് ഹീറ്റ് എത്തിയിട്ട് അല്ലെങ്കിൽ ഹീറ്റിന്റെ പ്രസൻസിൽ, ഹീറ്റിന്റെ കാരണം കൊണ്ട് ബോഡി എന്താവുക? എക്സ്പാൻഡ് ചെയ്യുക. ബോഡി എന്താവുക? എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ സിംപ്ലി നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് എ ബോഡി, ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് ഡയമെൻഷൻസ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഒരു ബോഡി അതിന്റെ ഡയമെൻഷൻസ് ഇൻക്രീസ് ചെയ്യുക. ലെങ്ത് ആണെങ്കിൽ അങ്ങനെ, ഏരിയ ആണെങ്കിൽ അങ്ങനെ, വോളിയം ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? എക്സ്പാൻഷൻ എന്ന് പറയാം, ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അപ്പൊ ഹീറ്റ് കാരണം ഡയമെൻഷൻസ് ചേഞ്ച് ആവാം. ഒരു ബോഡിയിലേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്തു. നിങ്ങൾ നോക്ക്, ഇതൊരു ബോഡിയാണ്. ഈ ബോഡിയിലേക്ക് ഞാൻ ഹീറ്റ് സപ്ലൈ ചെയ്തു. അപ്പൊ ഈ ബോഡിയുടെ ലെങ്തിലോ ഏരിയയിലോ വോളിയത്തിലോ ഒക്കെ മാറ്റം സംഭവിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുക. ക്ലിയർ ആണോ? ഹീറ്റ് കാരണം എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുക. അപ്പോ ഹീറ്റ് കാരണം ലെങ്തില് എക്സ്പാൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ അതിനെ വിളിക്കുന്ന പേര് ലീനിയർ എക്സ്പാൻഷൻ എന്നാണ്. ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, ലീനിയർ എക്സ്പാൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത്.
ഓക്കെ മക്കളെ, എന്താ നമ്മൾ പറയാ? ലീനിയർ എക്സ്പാൻഷൻ. അടുത്തത് ഏരിയയിലാണ് എക്സ്പാൻഷൻ ഉണ്ടായതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏരിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്നൊക്കെ പറയും. ഏരിയൽ എക്സ്പാൻഷൻ ക്ലിയർ ആണ്. ഏരിയൽ എക്സ്പാൻഷൻ ഏരിയ ആണ് കൂടുന്നത്. ഇനി അതല്ല വോളിയം ആണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും വോളിയം എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്നൊക്കെ പേരുണ്ട്. ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഈ 3 പേരുകളാണ്. ലെങ്തിലാണ് മാറ്റം വരുന്നത്. ലെങ്ത് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലീനിയർ എക്സ്പാൻഷൻ ആണ്. അതേപോലെ നമ്മുടെ ഏരിയ ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏരിയൽ എക്സ്പാൻഷൻ ആണ്. വോളിയം ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വോളിയം എക്സ്പാൻഷൻ അഥവാ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്യൂബിക്കൽ എക്സ്പാൻഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളാം. അടുത്ത കാര്യം പറയുന്നു, എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് കണ്ടീഷൻസ് ആണ് ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും. ആദ്യം ലീനിയർ എക്സ്പാൻഷന്റെ കാര്യം പറയാം. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ലെങ്തിലുള്ള ചേഞ്ച് ആയതുകൊണ്ട് നമുക്കതിനെ ഡെൽറ്റ എൽ എന്ന് വിളിക്കാം. ലെങ്ത്തിൽ വരുന്ന ചേഞ്ച് ആയതുകൊണ്ട് അതിനെ ഡെൽറ്റ എൽ എന്ന് വിളിക്കാം. അപ്പോ കണ്ടീഷൻ നമ്പർ 1, ആദ്യത്തെ കണ്ടീഷൻ പറയുന്നു ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു എൽ. ഓക്കെ, അതായത് നിങ്ങൾ എടുക്കുന്ന ഒബ്ജക്റ്റിന് എത്രമാത്രം ലെങ്ത് ഉണ്ടോ അത്രമാത്രം എക്സ്പാൻഷൻ സംഭവിക്കാനുള്ള സാധ്യത. ഓക്കെ, നിങ്ങൾ കൂടുതൽ ലെങ്ത് ഉള്ള ഒരു ബോഡിയാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് വരുന്ന ലീനിയർ എക്സ്പാൻഷനും വലുതായിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾ കൂടുതൽ ലെങ്ത് ഉള്ള ബോഡിയാണ്, നിങ്ങൾ കുറഞ്ഞ ലെങ്ത് ഉള്ള ബോഡിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ലീനിയർ എക്സ്പാൻഷൻ കുറവായിരിക്കും. നിങ്ങൾ വലിയ ലെങ്ത് ഉള്ള ഒരു ബോഡിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് സംഭവിക്കുന്ന ലീനിയർ എക്സ്പാൻഷൻ വളരെ കൂടുതലായിരിക്കും. അതാണ് ഈ എഴുതിയേണ്ട അർത്ഥം. അടുത്ത കണ്ടീഷൻ, ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി. നിങ്ങൾ എത്രമാത്രം ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ബോഡിക്ക് എത്രമാത്രം ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുമ്പോൾ അത്രമാത്രം എക്സ്പാൻഷനും സംഭവിക്കും. മക്കളെ, നിങ്ങൾക്കറിയാം ഒരു ബോഡിയിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്താൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടും. ഒരു ബോഡിയിലേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്താൽ ആ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഒരു ബോഡിയിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചറിൽ മാറ്റം വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എത്രമാത്രം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. എത്രമാത്രം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഹീറ്റ് അവിടെ വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അത്രയും എക്സ്പാൻഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി. എൽ ഡെൽറ്റ ടി എഴുതാം. ഓക്കെ, പ്രപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഡെൽറ്റ എൽ ഈക്വൽ ടു എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ആൽഫ എൽ ഡെൽറ്റ ടി ഓർ ആൽഫ ഇസ് ഈക്വൽ ടു delta L by L delta T. Or alpha is known as coefficients of linear expansion. Alpha is known as coefficients of linear expansion. Okay, alpha ആണ് നമ്മൾ coefficients of linear expansion എന്നാണ് പറയുന്നത്. മക്കളെ, ഇത് ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറയും. ഇത് ഓക്കെ ആണെങ്കിൽ coefficient of linear expansion കിട്ടിയത് വരെ ഓക്കെ ആണെങ്കിൽ സാർ ഒന്നുകൂടി പറയോ? പറയണോ? ശ്രദ്ധിക്കാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. മനസ്സിലാവാത്ത ആൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. 2 കണ്ടീഷനാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. ഒന്ന്, ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു എൽ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. നിങ്ങൾ എത്ര ലെങ്ത് ഉള്ള ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത്, എത്ര ലെങ്ത് ഉള്ള ബോഡി ആണോ എടുക്കുന്നത്, അത്രയും അധികം അതിന്റെ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാവും. അതാണ്. അടുത്തത്, ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ഈ ബോഡിക്ക് എത്രമാത്രം ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്നുവോ, അതിനർത്ഥം എത്രമാത്രം ഹീറ്റ് ഈ ബോഡിക്ക് കിട്ടുന്നുവോ അത്രമാത്രം എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. അതാണ് ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അത് ഞാൻ കൂട്ടി അങ്ങ് എഴുതി. അപ്പൊ ഡെൽറ്റ എൽ പ്രപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി എന്ന് കിട്ടും. പ്രപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് അവിടെ ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുമ്പോൾ കോൺസ്റ്റന്റോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഫിസിക്സിലെ നിയമമല്ല, മാത്സിലെ നിയമമാണ്. അപ്പം ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ ഡെൽറ്റ എൽ ഡെൽറ്റ ടി എന്ന് കിട്ടും. ആൽഫ ഇസ് നോൺ ആസ് ദ കോഎഫിഷ്യന്റ് ഓഫ്
ലീനിയർ എക്സ്പാൻഷൻ. ആൽഫയുടെ ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരെ പിടിച്ചിങ്ങാണ്ട് അടിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആൽഫ ഇസിക്കൽ ടു ആൽഫയാണ് വായിക്കാം. ആൽഫയും പ്രൊപ്പോർഷണാലിറ്റിയും തമ്മിൽ മാറിപ്പോരും. ഇത് ആൽഫയാണ് വായിക്കുക. എന്നിട്ട് ഇവിടെ കോമ്പിട്ട് എടുത്തു ആൽഫ. ആൽഫ ഇസിക്കൽ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി കേട്ടോ. ഇതാണ് അവസ്ഥ. മക്കളെ ഈ ഇരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത. അഭിനന്ദ്, അതേപോലെ അഞ്ജന അജയ്, ഗായത്രി ഒക്കെ വീഡിയോ ഓൺ ചെയ്യും. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തത് coefficients of areal expansion. Areal expansion. Coefficients of areal expansion. Condition എടുക്കുന്നു. Condition number 1. Delta A is equal to A. നിങ്ങൾ എത്രമാത്രം ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അത്രമാത്രം proportional. പ്രൊപ്പോർഷണൽ ടു എ. നിങ്ങൾ എത്രമാത്രം വലിയ ഏരിയ ഉള്ള ഒബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അത്രമാത്രം ഏരിയൽ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. അടുത്തത് നിങ്ങൾ എത്രമാത്രം ബോഡിയിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുവോ എന്ന് വെച്ചാൽ എത്രമാത്രം ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവുന്നുവോ അത്രമാത്രം ഏരിയൽ എക്സ്പാൻഷനും വർദ്ധിക്കും. ക്ലബ് ചെയ്ത് എഴുതാം. അല്ലെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമുക്ക് ഈക്വൽ ടു കൊടുക്കാം. ബീറ്റ എന്നാണ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. സോ ബീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി, where beta is known as coefficient of areal expansion അല്ലെങ്കിൽ coefficient of superficial expansion. Okay. അടുത്ത ഹെഡിങ് കൊടുക്കുക. Volume expansion. Cubical expansion എന്നൊക്കെ പറയാം. Similarly, നമുക്ക് ഇങ്ങനെ എഴുതാം. Delta V proportional to B. Delta V proportional to delta T. ക്ലബ് ചെയ്ത് ഇങ്ങനെ എഴുതാം. Delta V proportional to B delta T. Delta V equal to gamma V delta T. Gamma is a constant of proportionality. Gamma is equal to delta V by V delta T, where gamma is the coefficient of cubical expansion അല്ലെങ്കിൽ coefficients of volume expansion. ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഈ മൂന്ന് എക്സ്പാൻഷനും അതിന്റെ കോഎഫിഷ്യൻസ് ഇക്വേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. അടുത്ത ഹെഡിങ് കൊടുക്കുക. The ratio between alpha, beta and gamma. The ratio between alpha, beta and gamma.
ratio between alpha, beta and gamma. മക്കളെ ബീറ്റ എന്ന് പറയുന്നത് 2 ആൽഫയ്ക്ക് ഈക്വൽ ആണ്. ഗാമ എന്ന് പറയുന്നത് 3 ആൽഫയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ സമം 1:2:3 എന്ന് എഴുതാം. ഇതാണ് റേഷ്യോ. ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈക്വൽ ടു 1:2:3. Okay. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ. Show that the coefficient of volume expansion for ideal gas is reciprocal of temperature. Reciprocal of temperature. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം പറഞ്ഞുതരാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സംഭവം ഇതാണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്രൂവ് ചെയ്യേണ്ട സംഭവം കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. നിങ്ങൾ ആരും എന്റെ പ്രൂഫ് കോപ്പി അടിച്ച് എഴുതണ്ട. ഞാൻ ബോർഡിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താണ്. അതാണ് എന്റെ ഒരു വൃത്തി. വൃത്തി. ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം പി വി സിഗൽ ടു എൻ ആർ ടി ആണ്. പി വി സിഗൽ ടു എൻ ആർ ടി ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഡെൽറ്റ വി സിഗൽ ടു എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതാം. അല്ലേ? അല്ലേ? അല്ലേ മക്കളെ? അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ പി വി ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ബൈ പി വി പി പി വെട്ടിപ്പോയി. ഡെൽറ്റ വി ബൈ വി സമം എൻ ആർ ഡെൽറ്റ ടി ബൈ പി വിക്ക് പകരം എൻ ആർ ടി. ഇവിടെ പി വിക്ക് പകരം എൻ ആർ ടി എഴുതി.
എഴുതാലോ? പി വിക്ക് വരെ NRT എന്ന് എഴുതാം. NR വിട്ടി ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബൈ ടി. ഡെൽറ്റ ടിനെ താഴ്ത്തിക്കാൻ വരും. ഏ അല്ല, ഡെൽറ്റ ടിനെ അങ്ങോട്ട് കൊണ്ടുവരാം. ആ സിമ്പിൾ. അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഇക്വേഷൻ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്താവും? ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി ഈക്വൽ ടു 1/t. is equal to ഗാമ ഈക്വൽ ടു gamma is equal to gamma. Is equal to gamma. മക്കളെ, ഈ ആൽഫ ഇസിക്കൽ ബീറ്റ ഇസിക്കൽ 2 ആൽഫ, ഗാമ ഇസിക്കൽ 3 ആൽഫ എന്നൊക്കെ ഈ ആൽഫ ബീറ്റ ഗാമ റിലേഷൻ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് അതിന്റെ ഡെറിവേഷൻ ത്രൂ ഔട്ട് നിങ്ങളെ നോട്ടിൽ ഉണ്ടായിരിക്കും അല്ലെ? ഇല്ലേ മക്കളെ? അതൊക്കെ പഠിച്ചോണ്ടേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. വളരെ സിമ്പിൾ ആണ്, ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സബ്മിറ്റിംഗ് കൊടുക്കുക. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. Anomalous behavior of water. Okay, anomalous behavior ഉള്ളത് വാട്ടറിനെ 0 ഡിഗ്രിക്കും 4 ഡിഗ്രിക്കും ഇടയിൽ ഹീറ്റ് ചെയ്താൽ അത് കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യാം. സാധാരണ സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്താൽ എക്സ്പാൻഡ് ചെയ്യണ സമയത്ത് വാട്ടർ ആ ടെമ്പറേച്ചർ റേഞ്ചിൽ കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യാം അല്ലേ? അതിന്റെ ഡെൻസിറ്റിന്റെ ടേംസ് പറയോ? ഡെൻസിറ്റി ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുക അല്ലെ? ഡെൻസിറ്റി കൂട്ടാന്നല്ലേ അർത്ഥം? അല്ല മക്കളെ, വാട്ടറിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കുക കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറുതെ റാൻഡംലി ചോദിച്ചു, ശ്രദ്ധിക്കുക കേട്ടോ. എന്താ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. നമ്മുടെ വാട്ടറിന്റെ ഒരു പ്രത്യേകത, എല്ലാ സബ്സ്റ്റൻസും ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എല്ലാ സബ്സ്റ്റൻസിലേക്കും നമ്മൾ ഇത് ആദ്യം മനസ്സിലാക്കാം. എല്ലാ സബ്സ്റ്റൻസിലേക്കും നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. മനസ്സിലായോ? ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ വാട്ടറിനെ പോലെ തന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഓക്കെ. അതായത് വേറെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ, ക്ലിയർ അല്ലേ? വേറെ കെമിക്കൽ റിയാക്ഷൻസോ വേറെ സംഭവങ്ങൾ ബയോളജിക്കൽ പ്രോസസ് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. പക്ഷെ വാട്ടറിന്റെ കേസിൽ 0 ഡിഗ്രിന്ന് 4 ഡിഗ്രിയിലേക്ക് മാറും. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, 0 ഡിഗ്രി ടു 4 ഡിഗ്രി ഹീറ്റ് കിട്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ആ കേസ് ആണ് വാട്ടർ കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക. എക്സ്പാൻഷന് നേരെ ഓപ്പോസിറ്റ് കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക. മനസ്സിലായോ? ആയോ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു പുഴ
അല്ലെങ്കിൽ ഒരു പോണ്ട്, ഒരു കുളം. ആ കുളം എന്താണ്? ആ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കേൾക്കുന്നില്ല, ചാറ്റ് ചെയ്തോളൂ. റേഞ്ച് കുറവാണെങ്കിൽ ചാറ്റ് ചെയ്തു. എന്താണ് പ്രശ്നം? പറയൂ, ചോദിക്കൂ. സിമ്പിൾ ആണ്. 0 ഡിഗ്രിന്ന് 4 ഡിഗ്രിയിലേക്ക് കയറുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യാം? കൂടുക ചെയ്യാം, അതായത് കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, കൺട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഡെൻസിറ്റി കൂടുന്നു. അവിടുന്ന് പിന്നെ ഡെൻസിറ്റി കുറയാനായില്ല. ഇവിടെ ഡെൻസിറ്റി ഇൻക്രീസസ്. 4 പിന്നെ അങ്ങോട്ട് greater than 4 ഡെൻസിറ്റി താഴേക്ക് വരിക ചെയ്യും. greater than 4 ഡിഗ്രി സെൽഷ്യസ് ഡെൻസിറ്റി താഴേക്ക് വരികയാണ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ആ സർ. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താന്ന് ചോദിക്കും. എന്താ ഇതിന്റെ ആപ്ലിക്കേഷൻ? എന്താ? അക്വാട്ടിക് ലൈഫ്. അക്വാട്ടിക് ലൈഫ് അല്ലെ. ഞാൻ കുറച്ച് പോയിന്റ്സ് വായിക്കാം കേട്ടോ. The bodies of water such as lake and ponds freeze at the top first. അതായത് ഈ അക്വാട്ടിക് ലേക്കുകൾ, അതായത് പോണ്ടുകൾ, ഇതിന്റെ ഒക്കെ മുകൾ ഭാഗം ആദ്യമേ എന്തായി പോവും? ഫ്രീസ് ആയി പോവും അല്ലേ മക്കളെ? ഇതിന്റെ മുകൾ ഭാഗമാണ് ആദ്യം എന്തായി പോവാ? ഫ്രീസ് ആയി പോവാ. തണുത്ത പ്രദേശങ്ങളിൽ ഉണ്ടാവുമ്പം. അങ്ങനെ ആവുമ്പം ഇതിന്റെ മുകളിൽ ഐസ് ആണെങ്കിലും താഴെ വെള്ളം ഉണ്ടാവുമ്പം അവിടുത്തെ താഴ്ഭാഗങ്ങളിലെ അക്വാട്ടിക് ലൈഫ് എന്താകും? പോസിബിൾ ആവൂലേ? അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല ഈ മറ്റേ നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനലിലും അതേമാതിരി തന്നെ ഈ അനിമൽ ഇതല്ലേ, അതിന്റെ പേരെന്താ? അനിമൽ പ്ലാനറ്റോ എന്തോ പറയുന്നത്. ആ, അതിലൊന്നും കണ്ടില്ല? ഈ മറ്റേ ഒരു ആളിങ്ങനെ നടന്ന് ഒരു പുഴയിൽ വടി ഇങ്ങനെ കുത്തി ഇളക്കി അതിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ വെള്ളം, ഐസിന്റെ ഉള്ളിൽ താഴ്ഭാഗത്ത് മീനുകൾ ഇങ്ങനെ ഓടി കളിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഐസിന്റെ അടിയിലും അക്വാട്ടിക് ലൈഫ് എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ ആണോ? ആ പറയൂ. ആ ശരി, അങ്ങനെ ഈ ഓക്കെ സാർ എന്ന് പറയുമ്പോൾ ഞാൻ സാറിന് മാത്രമേ കേൾക്കുന്നുള്ളൂ, അതാണ് പ്രശ്നം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ആസ് എ ലേക്ക് കൂൾ ടുവേർഡ്സ് 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ നിയർ ദ സർഫസ് ബിക്കം ഡെൻസർ ആൻഡ് സിങ്ക്സ്. The water near the bottom rises. അല്ലേ? വാട്ടർ നിയർ ദ ബോട്ടം റൈസസ്. ടെമ്പറേച്ചർ കുറഞ്ഞ വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. അതാണ് ഉണ്ടാവുക. Once the cooler water on the top reaches the temperature 4 degrees Celsius become less dense and remains at the surface and freezes. The water did not have the property lakes and ponds to freeze from the bottom up, which would destroy much of their animal and plant life. അതായത് മുകൾ ഭാഗം ഐസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, താഴ്ഭാഗത്ത് ലേക്കിലും പോണ്ടുകളിലൊക്കെ ഉള്ള താഴ്ഭാഗത്തുള്ള അക്വാട്ടിക് ലൈഫ് ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് തന്നെ നിലനിൽക്കും. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഒരു കുളം, ആ കുളത്തിൽ ആദ്യം അടിഭാഗം മുതലായിട്ട് ഐസായി വരികയാണെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് എത്ര പ്ലാന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ? ആ പ്ലാന്റ്സ് ഒക്കെ നശിച്ചൂലേ? അല്ലേ മക്കളെ? അല്ലേ? അങ്ങനെ ഉണ്ടാവുക. ഐസ് മേലെ നിൽക്കുന്ന സമയത്ത് അടിഭാഗത്തെ ടെമ്പറേച്ചർ അങ്ങനെ നിലനിൽക്കും കേട്ടോ. അതാണ് ഉണ്ടാവുക. ഓക്കെ, ശരി. ഇതാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അതിന്റെ ഗ്രാഫുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഗ്രാഫുകൾ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെ ബുക്കിൽ അതിന്റെ ഗ്രാഫുകൾ തന്നിട്ടുണ്ട്, നിങ്ങളെ സ്റ്റഡി നോട്ട്സിൽ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് ചാറ്റ് ബോക്സിൽ ഒരു ഓക്കെ പറഞ്ഞു. ഞാൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലേക്ക് കടക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ വെരി ഗുഡ്.
ഇതിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് അറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാറ്ററിന്റെ 3 സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഒന്ന് സോളിഡ്, രണ്ട് ലിക്വിഡ്, അടുത്തത് ഗ്യാസ്. ആദ്യത്തെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുക, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുക, ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് വരിക, തിരിച്ച് സോളിഡ് ആവുക, ഗ്യാസ് സോളിഡ് ആവുക. ഇങ്ങനെ സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കളിക്കാം. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് മാറാം, ഐസ് വെള്ളമാവുക, വെള്ളം നീരാവി ആവാം, പറഞ്ഞ പോലെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കും. അപ്പൊ ഓരോ പേരുണ്ട്. നമ്മൾ എന്ത് പേരാ വിളിക്കാം? സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ എന്ത് പേരാ വിളിക്കാം? മെൽറ്റിംഗ് എന്നാണ് വിളിക്കുക അല്ലെ? എന്താ വിളിക്കുക? നമ്മള് മെൽറ്റിംഗ് എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? മെൽറ്റിംഗ്. അടുത്ത് ലിക്വിഡ് ടു ഗ്യാസ്, വേപ്പറൈസേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. വേപ്പറൈസേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ? ലിക്വിഡ് ടു ഗ്യാസ് നമ്മൾ എന്താ വിളിക്കുക? വേപ്പറൈസേഷൻ എന്നാണ് വിളിക്കുക. അടുത്ത് ലിക്വിഡ് ടു സോളിഡ്, എന്താ വിളിക്കുക? ലിക്വിഡ് ടു സോളിഡിനെ ഫ്യൂഷൻ. ആ ഫ്യൂഷൻ വെട്ടിയിട്ട് അവിടെ സോളിഡിഫിക്കേഷൻ എന്നാക്കി, അല്ലെങ്കിൽ ഫ്രീസിംഗ് എന്നാക്കിക്കോ. ഫ്യൂഷൻ വെട്ടിയിട്ട് അവിടെ ഫ്രീസിംഗ് എന്നാക്കി കേട്ടോ. ഫ്യൂഷൻ വെട്ടിയിട്ട് അവിടെ ഫ്രീസിംഗ് എന്നാക്കി. നിങ്ങളെ നോട്ടിൽ ചിലപ്പോൾ ഫ്യൂഷൻ എന്നാണ്ടാവുക, ഫ്യൂഷൻ അല്ല, ഫ്രീസിംഗ് എന്നാക്കി. ഫ്രീസിംഗ് ഓർ സോളിഡിഫിക്കേഷൻ എന്നാക്കി, ലിക്വിഡ് ടു സോളിഡ്. ഓക്കെ. അടുത്തത് സോളിഡ് ടു ഗ്യാസ്. സബ്ലിമേഷൻ. സബ്ലിമേഷൻ അല്ലേ? അതാണ് തന്നെ ശരിയാണ്. സബ്ലിമേഷൻ. സബ്ലിമേഷൻ. ഓക്കെ. സബ്ലിമേഷൻ. ഓക്കെ മക്കളെ, സബ്ലിമേഷൻ. സബ്ലിമേഷൻ. ഓക്കെ. അത്രയും കാര്യങ്ങൾ റെഡി അല്ലേ? അല്ലേ? ഇനി ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. 2 കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. എല്ലാവരും പുസ്തകമൊക്കെ അവിടെ വെച്ചിട്ട് നല്ല മക്കളായിട്ട് ക്ലാസ് കേൾക്കും. 2 കാര്യങ്ങൾ പറഞ്ഞുതരാം, അതിനുശേഷം ബാക്കി പോയിന്റുകൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കേ. സ്പെസിഫിക് ഹീറ്റും ലാറ്റന്റ് ഹീറ്റും. സ്പെസിഫിക് ഹീറ്റും ലാറ്റന്റ് ഹീറ്റും. നന്ദന മിത്ര എന്ന് പറഞ്ഞ എന്താ സ്പെസിഫിക് ഹീറ്റ്? Heat required to raise the temperature of 1 mole. ഓക്കെ. എന്താണ് ലാറ്റന്റ് ഹീറ്റ്? വൺ മോൾ 1 കിലോഗ്രാം. 1 കിലോഗ്രാം ആണ്. ഞാൻ പറയാം. ഡൗട്ട് ഉള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരും പേടിക്കണ്ട, ഡോണ്ട് വറി, ഞാൻ പറഞ്ഞുതരും. ശ്രദ്ധിക്കാം. എന്റെ കയ്യില് ഒരു
പാത്രം വെള്ളമുണ്ട്. വാട്ടർ ഉണ്ട്. ആ വാട്ടർ സാധാരണ റൂം ടെമ്പറേച്ചറിലാണ്. ആർക്കും സംശയമില്ലല്ലോ, റൂം ടെമ്പറേച്ചറിലാണ്. ഞാൻ ഈ വാട്ടറിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ഞാൻ ഈ വാട്ടറിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു. ആ വാട്ടർ 90 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു. ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ സപ്ലൈ ചെയ്ത ഹീറ്റ് ടെമ്പറേച്ചർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടു എന്നല്ലേ അർത്ഥം? Or this is the heat that required to rise the temperature എന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ലേ? നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഹീറ്റ് റിക്വയർഡ്. ക്ലിയർ ആണോ? ആ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കാം, 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടാൻ എത്ര ഹീറ്റ് ആവശ്യമുണ്ട്? Heat required to rise temperature of 1 degree Celsius. The heat required to rise the temperature of 1 degree Celsius. അതിനാണ് നമ്മൾ എന്ത് പറയാൻ മക്കളെ? ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. The heat required to rise the temperature of 1 degree Celsius. ഇതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടാൻ എത്രമാത്രം ഹീറ്റ് വേണം? അതാണ് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ ആണോ? ആണോ? വെള്ളത്തിനാണോ വെളിച്ചെണ്ണയ്ക്കാണോ ഹീറ്റ് കപ്പാസിറ്റി കൂടുതൽ? വെള്ളത്തിന്. കാരണം വെള്ളം ചൂടാക്കാനാണ് കൂടുതൽ ഹീറ്റ് വേണ്ടി വരിക. വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടാനാണ് കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യേണ്ടി വരിക. നിങ്ങൾക്കറിയാം, ഒരു ചീനച്ചട്ടിയിൽ പപ്പടം കാച്ചാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചാൽ വിത്തിൻ സെക്കൻഡ്സ് ആ വെളിച്ചെണ്ണ ചൂടായി വരുന്നതാണ് അല്ലെ? വിത്തിൻ സെക്കൻഡ്സ് ആ വെളിച്ചെണ്ണ എന്തായിട്ട് മാറി വരുന്ന കാണാം, ചൂടായിട്ട് വരുന്ന കാണാം. അത്ര പെട്ടെന്ന് വെള്ളം എന്താവില്ല, ചൂട് ആവില്ല. അല്ലേ മക്കളെ? അല്ലേ? ഓക്കെ. ഒരു കാര്യം, 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെളിച്ചെണ്ണ മേത്ത് വീണാലാണോ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം മേത്ത് വീണാലാണോ കൂടുതൽ പൊള്ളുക? വെളിച്ചെണ്ണ വീണാലല്ലേ? കാരണം പെട്ടെന്ന് ഹീറ്റ് ആവൂലേ? ആര്? വെളിച്ചെണ്ണ? എടാ മണ്ടന്മാരെ, വെള്ളം മേത്ത് വീണാലാ കൂടുതൽ പൊള്ളുക കേട്ടോ. കാരണം എന്താ? നിങ്ങൾ 100 ഡിഗ്രി വരെ ചൂടാക്കാൻ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ ആ ഹീറ്റ് മുഴുവൻ വെള്ളത്തിന്റെ കയ്യിലില്ലേ? നല്ല ആൾക്കാരാ. എടാ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് വെളിച്ചെണ്ണയെ എത്തിക്കാൻ നിങ്ങൾ കുറച്ച് ഹീറ്റ് സപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 100 ഡിഗ്രിയിൽ നിൽക്കുന്ന വെളിച്ചെണ്ണയുടെ കയ്യിൽ ഹീറ്റ് കുറവാ, പക്ഷെ 100 ഡിഗ്രിയിൽ നിൽക്കുന്ന വെള്ളത്തിന്റെ കയ്യിൽ നല്ല ഹീറ്റ് ഇല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് ചോദിച്ചാൽ, ഇത് 1 കിലോഗ്രാം ആണെങ്കിൽ, യൂണിറ്റ് മാസുള്ള സാധനം 1 കിലോഗ്രാം ആണ്. സബ്സ്റ്റൻസ് 1 കിലോഗ്രാം ആണ്. അതായത് 1 കിലോഗ്രാം മാസുള്ള സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി വർദ്ധിപ്പിക്കാം. അങ്ങനെ പറയുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത് സ്പെസിഫിക്. അവിടെ മാസ് സ്പെസിഫിക് ആണ്, 1 കിലോഗ്രാം. യൂണിറ്റ് മാസ് ആണെങ്കിൽ അവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹീറ്റ് കപ്പാസിറ്റി. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? Heat capacity is the heat that required to rise the temperature of a substance 1 degree Celsius അല്ലെങ്കിൽ 1 Kelvin.
Specific heat capacity is the heat that required to rise the temperature of 1 kilogram അല്ലെങ്കിൽ യൂണിറ്റ് മാസുള്ള സബ്സ്റ്റൻസ് ത്രൂ 1 degree Celsius or 1 Kelvin. ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് ഓക്കെ ആയവരൊരു ഓക്കെ പറഞ്ഞു. ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓക്കെ ആയവര്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് എന്താണ് ഓക്കെ ആയവര്? അടുത്ത ഹെഡിങ് കൊടുക്കുക, ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റ് എന്താണ് അഭിനന്ദ? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാല് ബുക്ക് നോക്കണ്ട, അഭിനന്ദ അറിയണ പോലെ പറഞ്ഞാൽ മതി. ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുമ്പോ പെർ മാസിന് ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റ്. ശരി, ഞാൻ പറയാം. ലാറ്റന്റ് ഹീറ്റ് എന്താന്ന് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. സ്പെസിഫിക് ഹീറ്റിൽ ആർക്കും സംശയം ഉണ്ടാവരുത്, ഒരു കുട്ടിക്ക് സംശയം ഉണ്ടാവരുത്. ഓക്കെ, ലാറ്റന്റ് ഹീറ്റ് ആണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ലാറ്റന്റ് ഹീറ്റ് എന്ന് എല്ലാവരും ഹെഡിങ് കൊടുക്കുക. ലാറ്റന്റ് ഹീറ്റ്. എന്നാൽ അതിന്റെ താഴെ ഡെഫിനിഷൻ ഫസ്റ്റ് ആണ് എഴുതി വെക്കുക. ഡെഫിനിഷൻ ഫസ്റ്റ് ആണ് എഴുതി വെക്കുക. Latent heat is the heat that required to. Latent heat is the heat that required to. It's the heat that required to rise the temperature. Rise the temperature of, rise the temperature of, sorry, rise the temperature alla, sorry, ആ sentence ഒന്ന് വിട്ട്. The heat that required to rise the temperature alla ട്ടോ, the heat that required to change the state. The heat that required to change the state എന്നൊക്കെ, change the state of a material object, of a matter, material substance, of a material substance എന്ന് എഴുതി കാരണം കുറച്ചുകൂടെ ഭംഗി. Of a material substance, of a material substance, of a material substance എന്നാക്കി. Material substance എന്നാക്കിക്കോ. ഓക്കെ, മെറ്റീരിയൽ സബ്സ്റ്റൻസ്. ശ്രദ്ധിക്കുക കേട്ടോ. എന്റെ കയ്യിൽ ഒരു കഷ്ണം ഐസ് ഉണ്ട്. എന്റെ കയ്യിൽ ഒരു കഷ്ണം ഐസ് ഉണ്ട്. ഐസ് 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 ഒരു കഷ്ണം ഐസ് ഉണ്ട്. ഐസ് ഐസ് ഐസ്. ആ ഐസിന്റെ ടെമ്പറേച്ചർ -2 degree Celsius ആണ്. ആ ഐസിന്റെ ടെമ്പറേച്ചർ -2 degree Celsius ആണ്. ഞാൻ ഐസിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യാൻ പോകും അല്ലെ? ആ ഐസ് 0 degree Celsiusലേക്ക് എത്തും അല്ലെ? അല്ലേ? ആ ഐസ് ആദ്യം എന്താ ചെയ്യാ? 0 degree Celsiusലേക്ക് എത്തല്ലേ ചെയ്യാം. ഇവിടെ ഞാൻ സപ്ലൈ ചെയ്ത ഹീറ്റിന്റെ പേരെന്താ? ഇവിടെ ഞാൻ സപ്ലൈ ചെയ്ത ഹീറ്റിന്റെ പേരെന്താ? ആൻസർ വരുന്നില്ല. ഇവിടെ എന്താ സപ്ലൈ ചെയ്ത ഹീറ്റിന്റെ പേര്? സ്പെസിഫിക് ഹീറ്റ് ആണോ ലാറ്റന്റ് ഹീറ്റ് ആണോ? സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് അല്ലേ? നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ കേക്കുണ്ട്. അഭിനന്ദിച്ചിന്റെ അസിസ്റ്റന്റ് ആയി കൂടുന്നോ? നിനക്ക് ചില്ലറ എന്തെങ്കിലും തരാം.
ആയിക്കോട്ടെ. ശമ്പളം ഫസ്റ്റ് പേയ്മെന്റ്സ് ഒക്കെ റെഡി ആക്കാം. എന്നിട്ട് പേയ്മെന്റ്സ് എത്ര വേണം നമുക്ക്? സാറിന് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും? എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും? അന്നെ അനക്ക് മാസം ഒരു 5000 ഉറുപ്പ്യം എന്നും ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാം. ആയിക്കോട്ടെ. എന്താ? ഓന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് സാറേ. ഓനോ? ഓൻ പൈസ സാറേ ഞാനിവിടെ പാപ്പനായിരിക്കും. ഓനെ 10ാം ക്ലാസ്സിലെ പഠിപ്പിക്കുന്ന കാലത്തെ ഓനൊരു കമ്പനിക്കാരുണ്ടായിരുന്നു, സ്വർണ്ണമാനി സ്വർണ്ണവാച്ചുള്ള. ഗോൾഡ്. ഓപ്പ എവിടെ ഉണ്ട്? ഓ ഇവിടെ ഉണ്ട്, എംബിത്തനുണ്ട്. കൊമേഴ്സാ. ഓനെ അന്വേഷിച്ചു. പൈസക്കാരായിട്ടാ കമ്പനി. നമ്പറാണോ? റിച്ച് ആണ്, അംബാനിയേക്കാൾ വലിയ പണക്കാരൻ. ഓക്കെ, ശ്രദ്ധിക്കൂട്ടോ. അംബാനിനേക്കാൾ വലിയ പണക്കാരനാന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ ഇവിടെ സപ്ലൈ ചെയ്ത ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് ആണ് അല്ലെ? കാരണം ടെമ്പറേച്ചറിനെ കൂട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. -2 0 ആക്കാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ കൂട്ടുന്ന ഹീറ്റ് ആണ് ഇവിടെ. ഇത് സ്പെസിഫിക് ഹീറ്റ് ആണ്, നമുക്ക് അറിയുന്ന സാധനം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ സാധനമാണ്. അങ്ങനെ ഈ സാധനം വന്ന് 0 ഡിഗ്രിയിൽ അതിന് ഹീറ്റ് ഒക്കെ സപ്ലൈ ചെയ്തിട്ട് 0 ഡിഗ്രിയിൽ എത്തി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഹീറ്റ് സപ്ലൈയിലൊക്കെ നിർത്തി വീട്ടിൽ പോയി. അല്ല, ഞാൻ ഇനിയും ഹീറ്റ് സപ്ലൈ 0 ഡിഗ്രിയിൽ എത്തിയാലും ഞാൻ പിന്നെയും ഹീറ്റ് സപ്ലൈ. അപ്പൊ എന്താ സംഭവിക്കുക അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഈ 0 ഡിഗ്രിയുള്ള ഐസ് 0 ഡിഗ്രിയുള്ള വാട്ടർ ആയിട്ട് മാറും. കണ്ടാ? 0 ഡിഗ്രിയുള്ള ഐസ് 0 ഡിഗ്രിയുള്ള വാട്ടറിലേക്ക് മാറും. നിങ്ങൾ ചോദിക്കും, അപ്പോ വാട്ടർ 0 ഡിഗ്രി ഉണ്ടാവുമോ? മെൽറ്റിങ്ങിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇനീഷ്യൽ കണ്ടീഷനിൽ വാട്ടർ 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? നോക്കൂ മക്കളെ, ഇവിടെ ടെമ്പറേച്ചറിനാണോ സ്റ്റേറ്റിനാണോ ചേഞ്ച് വന്നത്? സ്റ്റേറ്റിന്. അല്ല, ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല, സ്റ്റേറ്റിനാണ് ചേഞ്ച് വന്നത് അല്ലെ? അതായത് ΔT 0 ആണ്, ടെമ്പറേച്ചർ ഒരു ചേഞ്ചും ഇല്ല, സ്റ്റേറ്റ് ആണ് മാറിയത്. സോളിഡിലായിരുന്ന ഒരു സാധനം ലിക്വിഡിലേക്ക് മാറിയതാ, സ്റ്റേറ്റ് ആണ് ചേഞ്ച് വന്നത് അല്ലേ മക്കളെ? ഇതിന് ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കൊടുത്ത ഹീറ്റ്, അതായത് 0 ഡിഗ്രിയുള്ള ഐസിനെ 0 ഡിഗ്രിയുള്ള വാട്ടർ ആക്കിയിട്ട് നമ്മൾ കൊടുത്തില്ലേ? അവിടുത്തെ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ സപ്ലൈ ചെയ്ത ഹീറ്റിനെ നമ്മൾ വിളിക്കണ പേര് ലാറ്റന്റ് ഹീറ്റ് എന്നാണ്. എന്താ വിളിക്കുക? ലാറ്റന്റ് ഹീറ്റ്. ദ ഹീറ്റ് ദാറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. ഓക്കെ, ഇവിടുന്ന് എന്താക്കുക? ഐസിന്ന് വാട്ടർ ആക്കി മാറ്റും. വാട്ടർ ആവാൻ വേണ്ടിയുള്ള ഒരു ഇതല്ലേ? അതന്നെ വാട്ടർ ആവാൻ വേണ്ട ഹീറ്റ് കൊടുത്ത ഒരു സംഭവം. വാട്ടർ ആവാൻ വേണ്ട ജസ്റ്റ് ഉള്ള ഹീറ്റ്. അതാണ് സംഭവം. ഓക്കെ, അതാണ് സംഭവം. അപ്പൊ സോളിഡ് ലിക്വിഡ് ആവുന്നതിനെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. സോളിഡ് ലിക്വിഡ് ആവുന്നതിനെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. സോളിഡ് ടു ലിക്വിഡ് എന്ന് എഴുതിയിട്ട് ഒരു ഐഫോൺ ഇട്ടിട്ട് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. സോളിഡ് ടു ലിക്വിഡ് എന്ന് എഴുതുക, ഒരു ഐഫോൺ ഇടുക, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലിക്വിഡ് ടു ഗ്യാസ്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണല്ലോ മെയിനായിട്ട് പഠിക്കാറ്. വേപ്പറൈസേഷൻ. ലാസ്റ്റ് രണ്ടെണ്ണം ഒന്നും കൂടി പറയാം. ലാസ്റ്റ് ഫസ്റ്റ് സോളിഡ് ടു ലിക്വിഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. അടുത്തത് ലിക്വിഡ് ടു ഗ്യാസ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്.
മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഒരാൾ പറഞ്ഞ എന്താ മെൽറ്റിംഗ് പോയിന്റ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ പറ. സോളിഡും ലിക്വിഡും കോഎക്സിസ്റ്റ് ചെയ്യണ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ്. സോളിഡും ലിക്വിഡും കോഎക്സിസ്റ്റ് ചെയ്യണ ടെമ്പറേച്ചർ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കേട്ടാൽ മതി. മെൽറ്റിംഗ് പോയിന്റ് എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നോട്ടിലുണ്ട് അത് നോക്കിയാലും മതി. The temperature at which solid changes to its liquid state. ഇവിടുത്തെ കേസിലാണെങ്കിൽ 0 ഡിഗ്രി ആണ് എന്ത് മെൽറ്റിംഗ് പോയിന്റ് അല്ലെ. ഇപ്പൊ ഇവിടെ സോളിഡിന്റെ കേസിലും ലിക്വിഡിന്റെ കേസിലും ടെമ്പറേച്ചേഴ്സ് കോഎക്സിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒരേ മാതിരിയാണ്. അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ചേഞ്ചസ് ടു ഇറ്റ്സ് ലിക്വിഡ് കണ്ടീഷൻ, അതായത് ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ദ മെൽറ്റിംഗ് പോയിന്റ് ഇസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അടുത്ത ഹെഡിങ് ബോയിലിംഗ് പോയിന്റ്. എഴുതിക്കോ. ബോയിലിംഗ് പോയിന്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the state of liquid changes to its vapor state. Vapor state അല്ലെങ്കിൽ gaseous state എന്ന് എഴുതാം. Changes to the gaseous state. gases അല്ലെങ്കിൽ gaseous എന്ന് എഴുതാം. Okay. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഉയർന്ന പ്രദേശങ്ങളിൽ അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ ഈ ടൂറൊക്കെ പോയി കഴിഞ്ഞാല് നോൺ വെജ് ഭക്ഷണം വാങ്ങി തിന്നരുത് എന്ന് ഞങ്ങളൊക്കെ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. നമ്മളും നോക്കാറുണ്ട്. ഹോട്ടലുകളിലൊക്കെ പോയിട്ട് നോൺ വെജ് ഭക്ഷണം വാങ്ങി കഴിക്കരുത്. കഴിച്ചാലുള്ള പ്രശ്നം ദഹനക്കേട് ഉണ്ടാവും. കാരണം നിങ്ങൾ മൊത്തമായിട്ട് ആ ഭക്ഷണം വെന്തുണ്ടാവില്ല. ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ വേവ് കൂടിയ ഭക്ഷണങ്ങൾ വേവിക്കുമ്പോൾ കുക്കർ ഉപയോഗിക്കണം, പ്രഷർ കുക്കർ ഉപയോഗിക്കണം. എന്താണ് കാരണം? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റും? പ്രഷർ കുറവായതുകൊണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവാണ്, അപ്പൊ അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. നിങ്ങൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ തീരുമാനിക്കും. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ വേഗം വറ്റുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കറി റെഡി ആയി എന്ന് വിചാരിക്കും. വെള്ളമൊക്കെ വേഗം വറ്റി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും കറി റെഡി ആയി, സ്വാദിഷ്ടമായ ചിക്കൻ കറി. പക്ഷെ ചിക്കന്റെ പുറംഭാഗം മാത്രമേ വെന്തുണ്ടാവുള്ളൂ, ഉൾഭാഗം വെന്തുണ്ടാവില്ല. മനസ്സിലായോ? ചിക്കനൊക്കെ വേവാത്ത ചിക്കൻ ആലോചിക്കാൻ വയ്യ. മനസ്സിലായോ? അതിന് പുറംഭാഗത്തെ വെള്ളമൊക്കെ വേഗം വറ്റിപ്പോവും, ഉൾഭാഗത്തെ ചിക്കൻ ആണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? പ്രഷർ കുക്കർ ഉപയോഗിക്കും. ഓക്കെ. പിന്നെ ഈ KFC ബ്രോസ്റ്റ് ഇല്ലേ, ബ്രോസ്റ്റ് ഈ ബ്രോസ്റ്റ് വീട്ടിൽ നിന്ന് പൊരിക്കുന്നതും അത് മെഷീനിലിട്ട് പൊരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബ്രോസ്റ്റ് വീട്ടിൽ നിന്ന് പൊരിക്കുന്നു, മെഷീനിൽ പൊരിക്കുന്നു തമ്മിൽ. ബ്രോസ്റ്റ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അതില്?
അന്ന് വാങ്ങിയത് ഓർമ്മയില്ലേ? വാങ്ങിയിട്ടുള്ളൂ, ഞാൻ കഴിച്ചില്ല. ഓളം തല്ലുണ്ടാക്കണ്ട. വേറൊന്നല്ല, ഈ അങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ബ്രോസ്റ്റ്, അൽഫാം ഇതൊന്നും ഇതുവരെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അൽഫാം പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ പണ്ട് ഇതേപോലെ കഴിഞ്ഞ റിവിഷന്റെ സമയത്ത് SLC-കാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, അൽഫാം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ക്ലാസ്സിലെ 10 പെൺപിള്ളേരും 4 ആൺപിള്ളേരും എഴുന്നേറ്റ്. ഒരു അൽഫാം ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് പിള്ളേരായതുകൊണ്ടാണ് കഴിക്കാത്തത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിനോട് ചോദിച്ചു, നീ അൽഫാം കഴിച്ചില്ല? അത് പറഞ്ഞു, ഏയ് ഞാൻ കഴിച്ചില്ല. ഞാൻ ആഴ്ചയിൽ 3 എണ്ണം വെച്ച് കഴിക്കുന്നുണ്ട് ഇപ്പൊ. ആഴ്ചയിൽ 3 എണ്ണം. ഇനി കൂട്ടി കൊണ്ടുവരണം. എനിക്ക് ബ്ലഡിൽ ചിക്കൻ കണ്ടന്റ് ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ബ്ലഡിൽ ചിക്കന്റെ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആഴ്ചയിൽ 3 അൽഫാം വെച്ചൊക്കെ കഴിക്കും. ഓക്കെ, അപ്പൊ ശരി, ഇവിടെ നോക്ക്. ശിവപ്രിയ ഒക്കെ ഞങ്ങളൊക്കെ ഒരേ പാർട്ടിക്കാരാണ്. മിൻഹാജ് സുലൂല് ബ്രോസ്റ്റ് കൊണ്ടുവന്നിട്ടാണ് ഞാൻ അടുത്ത ബ്രോസ്റ്റിലേക്ക് പോകാം. നോക്കാം. നടക്കട്ടെ. അപ്പോ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പൊ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രഷർ കുക്കർ ഉപയോഗിക്കണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. വെള്ളം ഒരു 80 ഡിഗ്രിക്ക് എത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 70-80 ഡിഗ്രിക്ക് എത്തുമ്പോഴത്തേക്കും തിളച്ചങ്ങ് പോകും. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ഈ ചിക്കൻ എന്തായിട്ടുണ്ടാവില്ല, വെന്തിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പ്രഷർ കുക്കർ ഉപയോഗിച്ച് നല്ല പ്രഷർ കൊടുക്കണം കേട്ടോ. പ്രഷർ കൊടുത്തിട്ട് കുക്ക് ചെയ്താലേ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ബോയിലായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് അവസ്ഥ. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചോളണം. അടുത്ത പോയിന്റ് ഹെഡിങ് കൊടുക്കുക, റീഗലേഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. റീഗലേഷൻ. മക്കളെ ശ്രദ്ധിക്കാം. റീഗലേഷൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് നല്ല മക്കളായിട്ട് ക്ലാസ് കേട്ടി കേട്ടോ. ഇതൊരു ഐസിന്റെ കഷ്ണം വിചാരിച്ചു. എന്താണ്? ഒരു ഐസിന്റെ കഷ്ണം. ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു നൂല് തൂക്കിയിട്ടു. ചാർജറിന്റെ വയറാണ്, ഞാൻ തൂക്കിയിട്ടു. ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്തില്ലേ, ഈ ഭാഗത്തെ വെള്ളത്തിന്റെ ഈ ഭാഗത്തെ ഐസിന്റെ മേലേക്ക് പ്രഷർ വരില്ല അല്ലെ? പ്രഷർ വരില്ലേ? അപ്പൊ പ്രഷർ വരുമ്പോ ഇവിടുത്തെ ഈ ഒരു ഒറ്റ ലൈനിലെ ഭാഗം മാത്രം ലിക്വിഫൈ ചെയ്യാൻ തുടങ്ങും അല്ലെ? അപ്പോ എന്താവും? ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ടായി വരും. അപ്പൊ ഈ നൂല് ഇങ്ങനെ വലിഞ്ഞ് അടിയിലേക്ക് വരും അല്ലെ? നൂല് വലിഞ്ഞ് അടിയിലേക്ക് ഇങ്ങനെ വരും അല്ലെ? കുറെ നേരം അങ്ങനെ വന്നാൽ അപ്പൊ ഈ അടിയിലേക്ക് വരുന്നതിനനുസരിച്ച് മുകളിലത്തെ ഭാഗങ്ങൾ ഇങ്ങനെ ജോയിന്റ് ആയി വരും അല്ലെ? ഈ വയർ ഇങ്ങനെ അടിയിലേക്ക് പോകുന്നതോറും ഇതിങ്ങനെ അടിയിലേക്ക് പോകുന്നതോറും മേൽഭാഗങ്ങൾ ഇങ്ങനെ ജോയിന്റ് ആയി വരും. അപ്പൊ കുറെ കഴിഞ്ഞാല് ഈ ഐസിന്റെ ഉള്ളിൽ കൂടി വയർ പോണ കാണാൻ പറ്റും അല്ലേ? ഈ ഒരു ഐസിന്റെ ഉള്ളിൽ കൂടി വയർ പോണ കാണാൻ പറ്റും. ഇങ്ങനെ ഉള്ളിൽ കൂടി പോവാ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതിന്റെ മോൾ ഭാഗം അങ്ങനെ ജോയിന്റ് ആയിട്ട് വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ നൂല് ഐസിന്റെ മുകളിൽ കൂടെ കൊണ്ടുവന്ന് താഴത്തേക്ക് ഇറക്കി. അപ്പൊ ഐസ് മുറിഞ്ഞു പോകുന്നില്ല. ഐസിന്റെ മോൾ ഭാഗം അപ്പൊ തന്നെ എന്താവും? റീജോയിൻ ആവും. ഓക്കെ ആണോ? അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയാ? റീഗലേഷൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ എന്ത് പറയാം? റീഗലേഷൻ. നമ്മൾ ജസ്റ്റ് ഒരു പ്രഷർ ആണ് അവിടെ കൊടുക്കുന്നത്. ജസ്റ്റ് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ആ ഭാഗം മാത്രം എന്താവും? ലിക്വിഫൈഡ് ആവും. മനസ്സിലായോ? ആ പ്രഷർ അവിടുന്ന് റിമൂവ്ഡ് ആവുമ്പോൾ അത് വീണ്ടും സോളിഡ് ആയിട്ടുണ്ടാവും. ഇതിനാണ് എന്ത് പറയാ? നമ്മള് റീഗലേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ഈ ചാപ്റ്റർ ഓൾറൗണ്ട് ഒന്ന് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ ലാറ്ററൽ ഇക്വേഷൻ ഒക്കെ അതിന്റെ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. ഒരു ഗ്രാഫ് ഒക്കെ കാണാം. ഒക്കെ നോക്കാം, മൊത്തമായിട്ടൊന്ന് നോക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ പറഞ്ഞാൽ ഞാൻ അടുത്തേക്ക് പോകും. 2 മിനിറ്റ് സമയം തരാം. ഈ ചാപ്റ്റർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഈ റീകണേഷൻ പറയുന്നത് ആ നൂല് അടിക്ക് പോണനുസരിച്ച് മേലത്തെ ഭാഗം ജോയിന്റ് ചെയ്യണേനാ പറയല്ലേ? ഓക്കെ.
ഇവിടെ പ്രഷറാണ് അവിടുത്തെ താരം. പ്രഷറാണ് എല്ലാ പണിയും ഒപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ ആണെങ്കിൽ, ചാപ്റ്റർ ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഓക്കെ തന്നാൽ ഇതിലേക്ക് പോകും, തെർമോഡൈനാമിക്സിലേക്ക്. ഓൾറൗണ്ട് നോക്കിക്കോ, നിങ്ങൾ തിരക്കൊന്നും പിടിക്കണില്ലേ, ഓൾറൗണ്ട് നോക്കിക്കോ, സമാധാനമായിട്ടിരുന്ന്. നിങ്ങൾ അതിന്റെ നോട്ട്സ് ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് മറച്ചു. ഓക്കെ ആണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞു. ഓക്കെ വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ്, തെർമോഡൈനാമിക്സ് ഹെഡിങ് കൊടുക്കുക കേട്ടോ. തെർമോഡൈനാമിക്സ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. പുതിയ ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. എന്തൊക്കെയാ തെർമോഡൈനാമിക്സിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് വരുന്നത് നോക്കാം. തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോ വരുന്നുണ്ട്, തെർമോഡൈനാമിക് പ്രോസസ്സുകൾ വരുന്നുണ്ട്, ഹീറ്റ് എഞ്ചിൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തെർമോഡൈനാമിക് പ്രോസസ്സുകളുമാണ്. ഹീറ്റ് എഞ്ചിൻ ഞാൻ അടുത്ത ക്ലാസ്സിലേ പറയുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കാം. സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയാം, അതല്ലെങ്കിൽ ഞാൻ ഹീറ്റ് എഞ്ചിൻ അടുത്ത ക്ലാസ്സിലാണ് പറയുള്ളൂ. അടുത്ത ചാപ്റ്ററും അതിന്റെ കൂടെ തന്നെ നമുക്ക് എടുക്കാം. ശ്രദ്ധിക്കുക, എല്ലാവരും പെന്നൊക്കെ താഴെ വെച്ച് നല്ല മക്കളായിട്ട് ക്ലാസ് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധി. തെർമോഡൈനാമിക്സിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വൺ തിങ് ഇസ് സിസ്റ്റം, അനദർ വൺ ഇസ് surrounding. സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് അല്ലെ, സിസ്റ്റവും സറൗണ്ടിങ്. എന്താണ് സിസ്റ്റം ഒന്ന് പറഞ്ഞു. The part of universe which is under ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഏത് ഭാഗത്തെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, ഏത് ഭാഗത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് സിസ്റ്റം. അതിന്റെ ചുറ്റുപാടുള്ള എല്ലാ ഭാഗവും കോമൺലി നമ്മൾ എന്താ വിളിക്കുക, സറൗണ്ടിങ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്ങും കൂട്ടി എന്ത് കിട്ടും, ടോട്ടൽ യൂണിവേഴ്സ് കിട്ടും. സിസ്റ്റവും സറൗണ്ടിങ് കൂട്ടി എന്ത് കിട്ടും, ടോട്ടൽ യൂണിവേഴ്സ് കിട്ടും. ഓക്കെ, ഇപ്പൊ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ് സിസ്റ്റം. സിസ്റ്റത്തിന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗവും സറൗണ്ടിങ്. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ആണ് ടോട്ടൽ യൂണിവേഴ്സ്. ഓക്കെ ആണോ? ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. തെർമോഡൈനാമിക് പ്രോസസ്സസ് എന്ന് ഹെഡിങ് കൊടുക്കും. തെർമോഡൈനാമിക് പ്രോസസ്സസ്. ആദ്യത്തെ ചോദ്യം എന്താണ് ഐസോതെർമൽ പ്രോസസ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, പ്രഷറോ വോളിയോ മാറാം, വിഷയമില്ല, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അടുത്തത് എന്താണ് ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? പ്രഷർ കോൺസ്റ്റന്റ് അല്ലെ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചറും വോളിയത്തിനും മാറാം, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. എന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റന്റ് ആണ്. പ്രഷറിന് മാറാം, ടെമ്പറേച്ചറിന് മാറാം, ബട്ട് വോളിയം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. പറയുന്ന പേര് ഐസോകോറിക് പ്രോസസ്. അടുത്തത് എന്താണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഹീറ്റ് എക്സ്ചേഞ്ച്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആണ്. ഒരു ഫ്ലാസ്ക് പോലെ അല്ലെ, ഒരു ഫ്ലാസ്ക് പോലെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. ഹീറ്റിന് ഉള്ളിലോട്ടും കയറാൻ പറ്റില്ല, ഹീറ്റിന് പുറത്തോട്ടും പോകാൻ പറ്റില്ല.
ഹീറ്റിനുള്ളിലോട്ടും കയറാൻ പറ്റില്ല, ഹീറ്റിന് പുറത്തോട്ട് പോകാനും പറ്റില്ല. ക്ലിയർ അല്ലേ? അങ്ങനത്തെ തെർമോഡൈനാമിക് പ്രോസസ്സിനെയാണ് നമ്മൾ അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയാം. അവിടെ പ്രഷറിന് മാറാം, ടെമ്പറേച്ചറിന് മാറാം, വോളിയം മാറാം, വിഷയമല്ല. പക്ഷെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ക്ലിയർ ആണോ? ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഹീറ്റ് ഉള്ളിലേക്കും കയറില്ല, പുറത്തേക്കും പോകും. ഇനി എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും പറയാൻ പറ്റും? വളരെ സ്ലോ ആയിട്ട് പ്രൊസീഡ് ചെയ്യണ തെർമോഡൈനാമിക്സ്. വളരെ സ്ലോ ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ് ആണ്. ഇൻഫിനിറ്റിസിമലി സ്മോൾ ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റിസിമലി സ്ലോ ആണ്. റെഡിയാണോ? അത്രയും സ്ലോ ആയിട്ടില്ല. ഇറ്റ് ഇസ് എ തെർമോഡൈനാമിക് process in which thermodynamic system proceeds extremely slowly, such that at every instant of time the temperature, pressure are same in all parts of the system. Okay, quasi static process. Okay no? Okay no? Yes, sir. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. തെർമോഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ചൊക്കെ നല്ല ധാരണ വേണം. ഓക്കെ, മക്കളെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ ക്ലാസ്സിനെക്കാളും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ നോട്ട്സിനെക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വർക്ക്ഷീറ്റാണ്. മനസ്സിലായോ? നമ്മുടെ ഈ ക്ലാസ്സും നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സും ജസ്റ്റ് സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് മാത്രമാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക്ഷീറ്റാണ്. മനസ്സിലായോ? അത് ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഓക്കെ, പഠിച്ച ആൾക്കാർ അപ്പൊ ട്രൈ ചെയ്യാ പരമാവധി. ഓക്കെ, ശ്രദ്ധിക്കാം. ഞാൻ പണ്ട് തെർമോഡൈനാമിക്സ് എടുക്കുന്ന കാലത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു, തെർമോഡൈനാമിക്സിന്റെ ക്ലാസ്സിൽ ഞാൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഒരു എളുപ്പത്തിൽ പണ്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പണ്ടത്തെ കാലം, അന്തക്കാലത്ത് ഞാൻ ഇന്ത മാതിരി സ്വന്തം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഇതാണ് സിസ്റ്റം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് ഉണ്ട്. എയർ ആവാം, മറ്റേതെങ്കിലും ഗ്യാസ് ആവാം. ഞാനിങ്ങനെ പറയുന്ന പേര് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്നാണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്നതിനെ വിളിക്കുന്ന പേരെന്താ? വർക്കിംഗ് സബ്സ്റ്റൻസ്. അതാണ് പണിയെടുക്കുന്നവൻ. ബംഗാളി പണിയെടുക്കുന്ന ബംഗാളി, വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് സപ്ലൈ ആണ്. ഹീറ്റ് സപ്ലൈ ആണ് അല്ലെ? ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് എന്ത് സപ്ലൈ ആണ്? ഹീറ്റ്. KGF സിനിമയിൽ പറഞ്ഞ പോലെ ഹീറ്റ് സപ്ലൈ ചെയ്ത ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഹീറ്റ് സപ്ലൈ ചെയ്ത സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇന്റേണൽ എനർജി വർദ്ധിച്ചു. രണ്ടാമത്, പിസ്റ്റൺ പൊങ്ങി. എന്ന് വെച്ചാൽ അവിടെ വർക്ക് ഉണ്ടായി. ഹീറ്റ് കൊടുത്തപ്പോൾ അന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇന്റേണൽ എനർജി കൂടി. രണ്ട്, വർക്ക് ചെയ്യപ്പെട്ടു. നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ശ്രദ്ധിക്കൂ. നമുക്ക് ഇങ്ങനെ പറയാം, ഡെൽറ്റ ക്യൂ ഇസിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. This is the first law of thermodynamics. നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഇന്റേണൽ എനർജിക്ക് വേണ്ടിയിട്ടും വർക്കിന് വേണ്ടിയിട്ടും ഉപയോഗിക്കപ്പെടും. ഓക്കെ, നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഇന്റേണൽ എനർജി ചേഞ്ച് ആക്കാനും കൂട്ടാനും
വർക്കിന് വേണ്ടിയിട്ടും ഉപയോഗിക്കപ്പെടും. നമ്മൾ ഇതിനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നും പറയും അല്ലെ. കാരണം ഇവിടുത്തെ ടോട്ടൽ എനർജി LHSലും RHSലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്, ഈക്വലന്റ് ആണ്. ഓക്കെ ആണോ? ഇനിയാണ് നമ്മൾ എന്ത് പറയാ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയും. ഇനിയാണ് നമ്മൾ അതിന്റെ അനുബന്ധ കാര്യങ്ങളിലേക്ക്, അതായത് വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്റേണൽ എനർജി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിന്റെ സം ടോട്ടൽ എനർജിനെ വിളിക്കുന്ന പേരാണ്. ഇന്റേണൽ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇന്റേണൽ എനർജി ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ പ്രശ്നം വർക്കാണ്. എന്താണ് വർക്ക്? ഒരു സിസ്റ്റം ചെയ്യുന്ന വർക്ക് എന്താണ്? ഇതാണ് ചോദ്യം. ഓക്കെ ആണോ? തെർമോഡൈനാമിക്സിന്റെ ലോ മനസ്സിലായി, ഫസ്റ്റ് ലോ മനസ്സിലായി, ഇന്റേണൽ എനർജി എന്താണെന്ന് മനസ്സിലായി. ഇനി വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്കളെ നിങ്ങൾ റെഡി അല്ലേ? അല്ലേ? വർക്കിലേക്ക് പോയിക്കൂടെ? ഫസ്റ്റ് ലോ ഓക്കെ പറഞ്ഞേ. യെസ് സർ. ഇനി വർക്കിലേക്ക് പോവാം. വർക്ക് എന്ന് വെച്ചാല് പ്രഷർ വോളിയം വർക്കാണ്. വർക്ക് എന്ന് വെച്ചാല് പ്രഷർ വോളിയം വർക്കാണ്, വെറും വർക്കല്ല, പ്രഷർ വോളിയം വർക്കാണ്. ഞാൻ എന്തിനാണ് വർക്കിനെ പ്രഷർ വോളിയം വർക്ക് എന്ന് വിളിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ സിസ്റ്റത്തിലേക്ക് മക്കളെ ഹീറ്റ് കൊടുക്കുമ്പോൾ, വർക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ സിസ്റ്റത്തിന്റെ പ്രഷർ കൂടും. സിസ്റ്റത്തിന്റെ അകത്തെ പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. സിസ്റ്റത്തിന്റെ അകത്തെ പ്രഷർ കൂടും. അപ്പൊ സിസ്റ്റത്തിന്റെ അകത്തെ പ്രഷർ കൂടി കഴിഞ്ഞാൽ സിസ്റ്റത്തിന് ആ പ്രഷർ കുറയ്ക്കണ്ടേ? കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നത്. അതായത് അവിടെ എന്തായിട്ട് മാറും? പ്രഷർ കുറയുകയും വോളിയം കൂടുകയും ചെയ്യും. ഞാൻ ആദ്യം ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ പ്രഷർ അത് കൂടും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വോളിയം എക്സ്പാൻഡ് ചെയ്യും, അപ്പൊ പ്രഷർ കുറയും. വോളിയം കൂടും, അപ്പൊ പ്രഷർ കുറയും. ഇതിനെയാണ് എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയും. മനസ്സിലായോ? അടുത്തത്, ഹീറ്റ് സിസ്റ്റം പുറത്തേക്ക് വിട്ടുകൊടുക്കുന്ന സമയത്ത് പ്രഷർ ഡിക്രീസ്ഡ് ആകും, പ്രഷർ ഇൻക്രീസ്ഡ് ആകും, വോളിയം ഡിക്രീസ്ഡ് ആകും അല്ലെ? വിട്ടുകൊടുക്കുന്ന സമയത്ത് ഇത് എക്സ്പാൻഷൻ വർക്കാണ്. ഇവിടെ പ്രഷർ കുറയുക, വോളിയം കൂടുകയാണ് ചെയ്യുക എക്സ്പാൻഷനിൽ. ഇനി കംപ്രഷൻ ആണെങ്കിലോ, കംപ്രഷൻ വർക്ക് ആണെങ്കിലോ പ്രഷർ കൂടുക, വോളിയം കുറയാം. പ്രഷർ കൂടും, വോളിയം കുറയും. അപ്പൊ പ്രഷറിലും വോളിയത്തിലുമാണ് ഇന്റർചേഞ്ചിങ് ഉണ്ടാകുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഇസ് ദ ഇന്റർചേഞ്ചിങ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. അതുകൊണ്ടാണ് ഞാൻ വർക്കിനെ പ്രഷർ വോളിയം വർക്ക് എന്ന് വിളിച്ചത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? അത് നമുക്ക് ഇങ്ങനെ എഴുതാം. W is equal to delta W is equal to P delta V എന്ന് എഴുതാം. ഡെൽറ്റ W is equal to P delta V എന്ന് എഴുതാം. സ്വാഭാവികമായിട്ട് നമ്മുടെ ഫസ്റ്റ് ലോ എന്ത് വരും? ഡെൽറ്റ Q is equal to delta U plus P delta V. ഈ P delta V എന്ന് പറഞ്ഞാൽ അത് വർക്കാണ്. P delta V എന്ന് പറഞ്ഞാൽ അതെന്താണ്? വർക്കാണ്. അടുത്തത്, ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ് എന്ന് ഹെഡിങ് കൊടുക്കും. ഇക്വേഷൻ ഫോർ ഐസോതെർമൽ പ്രോസസ്. സാർ എഴുതിയ ഇതില്ലേ ഒരു ഇക്വേഷന്, അതിപ്പോ നമുക്ക് എക്സാമിന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക? ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വൺ വേർഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. എന്താണ് എക്സ്പാൻഷൻ? അല്ലെങ്കിൽ എക്സ്പാൻഷനിൽ വോളിയത്തിൽ വരുന്ന മാറ്റം, പ്രഷറിൽ വരുന്ന മാറ്റം എന്തൊക്കെയാന്ന് വേണം ചോദിക്കാം. അപ്പൊ ഇത് അതേമാതിരി എഴുതിച്ചാൽ മതി അല്ലേ? ഓക്കെ.
ഇതൊക്കെ ഓരോ ഐഡിയകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേറെ പല പല ഏരിയകളിൽ ഉപയോഗിക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ. ശ്രദ്ധിക്കാം. എക്സ്പാൻഷൻ. എക്സ്പാൻഷനില് പി വി എന്നുള്ള സാധനം കോൺസ്റ്റന്റ് ആണ്. പി വി കോൺസ്റ്റന്റ് ആണ്. കാരണം പി വി ആണല്ലോ ആർ ടി അല്ലേ? പി വി സികളുടെ എൻ ആർ ടി അല്ലേ? ഇപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പി വി കോൺസ്റ്റന്റ് ആണ്, പ്രഷറിന്റെ വോളിയം കോൺസ്റ്റന്റ് ആണ് അല്ലേ? ശ്രദ്ധിക്കുക, അവിടുത്തെ ഇക്വേഷൻ ഉണ്ടാക്കും. അപ്പൊ അവിടുത്തെ വർക്ക് dW is equal to integral v1 to v2 pdv അല്ലേ മക്കളെ? ഇന്റഗ്രൽ v1 to v2 pdv അല്ലേ? അല്ലേ? അതാ ഓക്കെ അല്ലേ? നമുക്കറിയാം പി വി ഇസിക്കൽ ടു ആർ ടി ആണ്. പി ഇസിക്കൽ ടു ആർ ടി ബൈ വി ആണ് അല്ലേ? അതേപോലെ ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു. അപ്പം ഇവിടെ എഴുതി കാണില്ലേ? ഡബ്ല്യു ഇസിക്കൽ ടു ഇന്റഗ്രൽ വി വൺ ടു വി ടു ആർ ടി ബൈ വി ഡി വി. W ഈക്വൽ ടു ഇന്റഗ്രൽ v1 ടു v2 ആർ ടി നമ്മൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കും. ഡി വി ബൈ വി, ഡി വി ബൈ വി അതായത് 1 ബൈ വി ഡി വി ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് വി ആണ് കിട്ടുക. ആർ ടി v1 ടു v2 എൽ എൻ വി v1 ടു v2 ഇന്റഗ്രേറ്റ് ചെയ്ത എൽ എൻ വി എന്നാണ് അല്ലേ? അല്ലേ? ആർ ടി ln v2 മൈനസ് എൽ എൻ ln v1 v1 equal to rt into ln v2 by എൽ എൻ ഓഫ് v2 by v1. കാരണം log a മൈനസ് log b ആണ് log of a by b ആണ്. ഇതിനെ എൽ ഒ ജി ലോഗ് ആക്കാൻ വേണ്ടിയിട്ട് 2.303 303 rt log RT ln എന്നുള്ള എൽ ഒ ജി ലോഗ് ആവും. log v2 by v2 by v1 അല്ലേ? ആ അല്ലേ മക്കളെ? ഡെറിവേഷൻ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും. സാർ ഇതേപോലെ അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ വർക്കിന് ഇക്വേഷൻ. ഇത് വർക്ക് ഐസോതെർമൽ പ്രോസസ് വർക്കിന് ഇക്വേഷൻ ആണ്. ഐസോതെർമൽ വർക്കിന്റെ ഇക്വേഷൻ ആണ്. സാർ ആ ലാസ്റ്റ് ചെയ്തില്ലേ 303 ആർ ടി ലോഗ്, ആ 303 എന്നുള്ളത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. എടാ ഇത് എൽ എൻ ലോഗ് അല്ലേ? എൽ എൻ എന്ന് പറയുന്ന ലോഗ് എന്ന് പറഞ്ഞ രണ്ട് തരം. ലോഗ് രണ്ട് തരണ്ട്. ഒന്ന് എൽ എൻ എന്ന് പറയുന്ന ലോഗും ഒന്ന് എൽ ഒ ജി എന്ന് പറയുന്ന ലോഗും. ഇതിനെ നമ്മൾ നാച്ചുറൽ ലോഗരിതം എന്നാണ് പറയാ. ഇതിനെ കോമൺ ലോഗരിതം എന്നാണ് പറയുക. നാച്ചുറൽ ലോഗരിതം ആണ് ഇത്. നാച്ചുറലിനെ കോമൺ ആക്കണമെന്നുണ്ടെങ്കിൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നാച്ചുറൽ ലോഗരിതത്തിനെ കോമൺ ലോഗരിതം ആക്കാൻ എൽ ഒ ജി ലോഗ് ആക്കാൻ വേണ്ടിയിട്ട് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ 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 മനസ്സിലായി. ഇനി വർക്ക് ഡൺ ഇൻ അഡിയാബാറ്റിക് പ്രോസസ് ഹെഡിങ്.
ഓക്കെ, അതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയോ മക്കളെ? ഞാൻ ചെയ്തു തരണോ? ഇതിന്റെ ഡെറിവേഷൻ ഞാൻ ചെയ്തു തരണം. നിങ്ങൾക്ക് അറിയോ ഗാമ വെച്ചിട്ടുള്ളത്? Sir, ഒന്ന് ചെയ്യൂ. ഞാൻ ചെയ്യാം. ഡോണ്ട് വറി. ഞാൻ ചെയ്യും. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ വലിയൊരു ഇക്വേഷൻ ആണ്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്തുതരാം പ്രത്യക്ഷ, ചെയ്തുതരാം. ഡോണ്ട് വറി. നമ്മളിൽ ഞങ്ങളെന്തിനാ വേദന ചെയ്തുതരും. ഇവിടെ നോക്കാം. ഇതാണ് ബേസിക്സ് ആണ്. നമ്മൾ ആ ഡെറിവേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം. പി വി റൈസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണ്. നേരത്തെ പി വി സികൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പി വി റൈസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞങ്ങളായിരിക്കും എന്താണ് സാറേ ഗാമ? ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി ആണ്. ഗാമ എന്ന് വെച്ചാൽ സി പി ബൈ സി വി ആണ്. സി പി എന്ന് വെച്ചാൽ Peak capacity at constant pressure. അടുത്തത് സി വി എന്ന് വെച്ചാൽ Peak capacity at constant volume. സി വി എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. സി പി എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സി പി എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? ആണോ? ചോദിക്കൂ. ഓക്കെ ആണോ മോനെ? ഓക്കെ സാർ. എന്നാ മൈക്ക് ഓഫ് ആയിക്ക് എല്ലാരും. അടുത്ത പറയാൻ പോ. റെഡി? ശ്രദ്ധിക്കുക, അടുത്ത പറയാൻ പോവാണ്. dW is equal to PdV ആണ്. dW is equal to PdV ആണ്. ഇന്റഗ്രൽ dW ഇന്റഗ്രൽ V1 to V2. ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇത് W കിട്ടും. V2 PdV. PV raised to gamma constant ആണ്. P is equal to K by V raised to gamma. So W is equal to V1 to V2 integral V1 to V2 K by V raised to gamma dV. അല്ലേ? raised to gamma dV. അല്ലേ? W is equal to integral V1 to V2 K പുറത്തേക്ക് എടുക്കും. V raised to minus gamma dV. V raised to minus gamma dV. ഇത്രയും കിട്ടിയൊരു ഓക്കെ പറയും. കിട്ടിയൊരു ഓക്കെ പറയും. കിട്ടണേ. അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേഷൻ ആണ്. ഇത് ഇന്റഗ്രേഷന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പുകളാണ്. അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രേഷൻ ആണ്. നിങ്ങൾക്കറിയാം ഇന്റഗ്രൽ x raised to n എന്ന് പറഞ്ഞാൽ x raised to n plus 1 by n plus 1 അല്ലേ? അപ്പോ ഇവിടെ W is equal to K into V raised to minus gamma plus 1 by minor V2. V1 V2.
ഓക്കെ, V1 V2 മനസ്സിലായോ? ഈ അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? ഇത് നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി വൃത്തിയില്ല. W equals K into e raised to 1 minus gamma by 1 minus gamma. അടുത്തത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ചടങ്ങാണ്. W is equal to K into V2 raised to 1 minus gamma by 1 minus gamma minus V1 raised to 1 minus gamma by 1 minus gamma W is equal to K by 1 minus gamma V2 raised to 1 minus gamma minus V1 raised to 1 minus gamma. ഇത്രയും കിട്ടിയ ഒരു ഓക്കെ പറയും. ഇത്രയും കിട്ടിയ ഒരു ഓക്കെ പറയും. സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. W is equal to 1 by 1 minus gamma into K V2 raised to 1 minus gamma minus K V1 raised to 1 minus gamma. ഇങ്ങനെ ആ കേനെ ഉള്ളിൽ കയറ്റും. ആ കേനെ ഞാൻ ഉള്ളിലേക്ക് കയറ്റി വെക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് കൊടുക്കും അറിയാം? P1 V1 is equal to P2 V2 is P1 V1 raised to gamma equal to P2 V2 raised to gamma is equal to K എന്ന് കൊടുക്കും. അല്ലേ? അല്ലേ? എനിക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. W is equal to 1 by 1 minus gamma P1 V1 raised to gamma P2 V2 raised to gamma P2 raised to 1 minus gamma minus P1 V1 raised to gamma V1 raised to 1 minus gamma. ഇങ്ങനെ എഴുതാം. എഴുതിക്കൂടെ? എഴുതിക്കൂടെ? സർ. എന്താവും? W is equal to 1 by 1 minus gamma V2 raised to gamma into V2 raised to 1 minus gamma എന്ന് പറഞ്ഞാൽ V2 ആണ്. P2 V2 minus V1 V1 അല്ലേ? W is equal to 1 by 1 minus gamma P2 V2 എന്ന് പറഞ്ഞാൽ R T2 ആണ് മൈനസ് P1 V1 എന്ന് പറഞ്ഞാൽ R T1 gamma is equal to 1 by 1 minus gamma അല്ലെങ്കിൽ R by 1 minus gamma T2 minus T1 അല്ലെങ്കിൽ W is equal to R by gamma minus 1 into T1 minus T2. ഇതാണ് അഡിയാബാറ്റിക് വർക്ക് ഇക്വേഷൻ ADI. ഇത് ഓക്കെ ആയൊരു ഓക്കെ പറഞ്ഞു. ഓക്കെ ആയൊരു ഓക്കെ പറഞ്ഞു.
സംശയമുള്ളവർക്ക് ഏതാ സ്റ്റെപ്പിൽ ഡൗട്ട് ഉള്ള ചോദിക്കും. ഏത് സ്റ്റെപ്പിലാണ് ഡൗട്ട് വന്നത്? സാർ ലാസ്റ്റ് ചെയ്ത 2 സ്റ്റെപ്പോ സെയിം അല്ലേ? സെയിം. 2 സ്റ്റെപ്പ്. ഒന്നിൽ ഗാമ 1 മൈനസ് ഗാമ ആയപ്പോൾ T2 മൈനസ് T1. ഇതിൽ ഗാമ മൈനസ് 1 ആക്കിയപ്പോൾ T1 മൈനസ് T2. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹീറ്റ് എഞ്ചിൻ ആണ് പറയാനുള്ളത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഹീറ്റ് എഞ്ചിൻ മുതൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇതുവരെ പഠിക്കാം കേട്ടോ. ബൈ ബൈ. താങ്ക് യു സർ. W is equal to 1 by 1 minus gamma പറഞ്ഞ സ്റ്റെപ്പ് അതാ ലാസ്റ്റ് മൂന്നാമത്തെ. അതെ. അപ്പൊ ആ P2 V2 കഴിഞ്ഞിട്ട് ഇത് P2 V2 എന്ന് പറഞ്ഞാൽ RT2 അല്ലേ മോനെ? PV is equal to RT ആവുമ്പോൾ P2 V2 സമം RT2 അല്ലേ? അപ്പൊ അത് ഈക്വൽ ഉണ്ടാവുമല്ലോ ഇത് ഇവിടെ വന്നത്. അതാണ് ഇത് ഇങ്ങോട്ട് ഇട്ടതാണ്. ഓക്കെ. ഇതിപ്പോ ഒരു മോളായോണ്ടല്ലോ ഒന്ന് കൂടുതൽ ഉണ്ടെങ്കിൽ NR വരും, ഉറപ്പായിട്ടും വരും. ഇതിപ്പോ ഒറ്റ മോളുടെ കേസാണ് എടുക്കുന്നത്. ഉറപ്പായിട്ടും വരും. ഒറ്റ മോളായതുകൊണ്ട് അത് എടുക്കുന്നത്. ഓക്കെ.